നമസ്കാരം, ഇത് IBN മലയാളം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ SFI യൂണിറ്റ് ഓഫീസിനുള്ളിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ ബന്ദിയാക്കി മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് 4 SFI നേതാക്കൾക്ക് സസ്പെൻഷൻ. ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ SFI യൂണിറ്റ് കമ്മിറ്റി ഓഫീസിൽ 1 മണിക്കൂറോളം ബന്ദിയാക്കി ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ യൂണിറ്റ് സെക്രട്ടറിയും പ്രസിഡന്റും അടക്കം 4 SFI നേതാക്കളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. യൂണിറ്റ് സെക്രട്ടറിയും PG സുവോളജി 2ാം വർഷ വിദ്യാർത്ഥിയുമായ വിധു ഉദയ, പ്രസിഡന്റും ഫിലോസഫി 3ാം വർഷ വിദ്യാർത്ഥിയുമായ അമൽചന്ദ്, ഹിസ്റ്ററി 3ാം വർഷ വിദ്യാർത്ഥി മിഥുൻ, ബോട്ടണി 3ാം വർഷ വിദ്യാർത്ഥി അലൻ ജമാൽ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കോളേജിലെ അച്ചടക്ക സമിതി സമർപ്പിച്ച റിപ്പോർട്ടിന്മേലാണ് നടപടിയെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. പരാതിക്കാരനായ മുഹമ്മദ് അനസിന്റെ മൊഴി പ്രകാരമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. പലതവണ ആവശ്യപ്പെട്ടിട്ടും പ്രതികൾ അച്ചടക്ക സമിതിക്ക് മൊഴി നൽകിയില്ല. ഇവർക്കായി ഇന്ന് ഹിയറിംഗ് നടത്തുമെന്നും അധികൃതർ പറഞ്ഞു. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ P. സുധീർ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി R. ബിന്ദു പ്രഖ്യാപിച്ചെങ്കിലും കോളേജുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അന്വേഷണവും ആരംഭിച്ചിട്ടില്ല. 2 ആഴ്ചയായിട്ടും പ്രതികളെ പിടികൂടാനായിട്ടില്ല പോലീസിന്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.